റഷ്യൻ ചാരന്മാരുടെ സ്ഥിരം പണിയാണിത്. സുന്ദരികളെ മുന്നിൽ നിർത്തി വമ്പന്മാരെ വലയിൽ വീഴ്ത്തുക. കോംപ്രമാറ്റ് അല്ലെങ്കിൽ ഹണി ട്രാപ്പ് എന്നാണ് വിളിപ്പേര്. എതിരാളി എത്ര വമ്പനായാലും ഹണി ട്രാപ്പിന് മുന്നിൽ കുടുങ്ങാതിരിക്കില്ലെന്ന് റഷ്യൻ ചാരന്മാർക്ക് നന്നായി അറിയാം. ഒരിക്കൽ വീണാൽ ഉറപ്പായും ചാരന്മാർ ഒരുക്കിയ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകും. എല്ലാ കാലത്തും ഇതാകും കെണിയിൽ വീണയാൾക്കെതിരെയുള്ള രാസായുധം. അത്തരം കോംപ്രമാറ്റ് ചരിത്രങ്ങൾ പറയാൻ റഷ്യയ്ക്ക് ഒരുപാടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തെ കൂടാതെ രാഷ്ട്രീയക്കാരും വ്യവസായികളും വരെ എതിരാളികളെ തറപറ്റിക്കാൻ ഈ മാർഗം അവലംബിക്കുന്നത് പതിവാണ്. 1999 ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ തലവനായിരുന്ന കാലം. ക്രെംലിൻ അഴിമതി അന്വേഷിക്കുന്ന പ്രോസിക്യൂട്ടർ ജനറലായിരുന്ന യൂറി സ്കുവാദോവിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയത് പുടിൻ. ഇതിനായി പുടിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറൽ സെക്യൂരിറ്റി സർവീസസ് കണ്ടെത്തിയ മാർഗം സുന്ദരികളുടെ കെണിയായിരുന്നു. 2 ലൈംഗിക തൊഴിലാളികൾക്കൊപ്പമുള്ള സ്കുറാദോവിന്റെ ദൃശ്യം ദേശീയ ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തു. അതോടെ പ്രോസിക്യൂട്ടർ ജനറൽ ക്ലീൻ ബൗൾട്ട്. പുടിന്റെ മുഖ്യ വിമർശകനായ മുൻ പ്രധാനമന്ത്രി മിഖെയിൽ കാസ്തനോവ് നഗ്നനായി കാമുകിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ ചാനൽ തന്നെയാണ് പുറത്തുവിട്ടത്. അതും കഴിഞ്ഞ വർഷം. റഷ്യയുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങാത്ത നയതന്ത്രജ്ഞരും കുറവ്. മോസ്കോയിലെ US സ്ഥാനപതി കെയ്ൽ ഹാച്ചറും ലൈംഗിക തൊഴിലാളിയും തമ്മിലുള്ള നിമിഷങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. സോവിയറ്റ് യൂണിയന്റെ കാലത്തും ഇത്തരം കെണികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു, പ്രത്യേകിച്ച് രഹസ്യങ്ങൾ ചോർത്താൻ. അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു പ്രധാന ഇരകൾ. എതിരാളിയെ സ്ത്രീകളെ ഉപയോഗിച്ച് വലയിൽ വീഴ്ത്തി ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ട് അപമാനിക്കുന്ന രീതി റഷ്യയുടെ പതിവ് രീതിയാണെന്നാണ് ആരോപണം. പുടിനും ഇത്തരം കെണികൾ ഒരുക്കുന്നതിൽ അത്ര പിന്നിലല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിനെതിരെ റഷ്യ ഈ ആയുധം തന്നെ പ്രയോഗിച്ചു എന്ന സംശയം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.